ഉമ്മയേക്കാൾ ശബ്ദം ഉയർത്തിയിട്ട് ജീവിതത്തിൽ ഒന്നും സംസാരിക്കരുത്. നല്ല പേടി വേണം, നമ്മളെ അമല് പൊളിഞ്ഞു. തമാശ കളിയല്ല. മാതാപിതാക്കളെ വിഷയത്തിൽ അള്ളാഹ് ഒരു കൺസെഷനും തരൂല. അതുകൊണ്ടാണ് അള്ളാഹ് ഇബാദത്ത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് ആ വിഷയം അള്ളാഹ് പറയും. അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്തോളണം, എനിക്ക് മാത്രമല്ല വലിവാലിദൈക്ക്, നമ്മളെ മാതാപിതാക്കൾ. അതിനാ ഒന്നിച്ചു പറയണത്. സക്കാത്ത് നിസ്കാരം എന്ന് പറയാൻ അറിയാറ്റ. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, എനിക്ക് മാത്രമേ നിങ്ങൾ ഇബാദത്ത് എടുക്കാൻ പറ്റൂ. ശിർക്ക് ചെയ്യരുത് എന്നാ പറയണത്. തൊട്ട് ശേഷം എന്താ പറയണത്? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ മറ്റേത് അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ് ഇതിന്റെ ഗൗരവം? നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കലല്ല ഇസ്ലാം. ഇസ്ലാം പറഞ്ഞ അനുസരിച്ച് ജീവിക്കുമ്പോഴാ ഒരു മുസ്ലിം രൂപപ്പെടുക. മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയവരായിരിക്കണം. നമ്മളെക്കാൾ അറിവ് കുറവായിരിക്കും, ഇബാദത്ത് കുറവായിരിക്കും. പക്ഷേ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ സ്വർഗത്തിന്റെ ചാവി ഓരെടുത്തുള്ളത്. സ്വർഗത്തിൽ എന്തെല്ലാം ഉള്ളതെന്ന് ചിലപ്പോ നമുക്കായിരിക്കും കൂടുതൽ അറിയാം. ചാവി ഓരോ കയ്യിലുള്ളത്. അതില്ലാണ്ട് ഉള്ളിലെത്തൂല.